ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വരൂ സർ വരൂ, സൂപ്പർ ഫോറിൻ ക്ലാസുകൾ എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. റെയ്ബാൻ, പ്യൂമ. വേഗമാകട്ടെ വേഗമാകട്ടെ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയാ. വേഗമാകട്ടെ വേഗമാകട്ടെ. കഴിവേറി, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ പോലും. ഇങ്ങനെ വെറുതെ വിൽക്കാൻ ഇതെന്താ നിന്റെ അപ്പനുണ്ടാക്കുന്ന കാശ? എടാ നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങനെ വിൽക്കാൻ? ഇങ്ങനെയൊക്കെ വെച്ച് ചില കച്ചവടം വല്ല നടക്കും. ഇത് നേരട്ടി വിലയിട്ടാ ഞാൻ വിൽക്കുന്നത്. ഇതൊരു ബിസിനസ് സീക്രട്ടാ. ഞാനും ഒന്ന് പച്ച പിടിച്ചോട്ടെ ബോസ്. അതെ, നീ രാവിലെ തുടങ്ങിയ ബിസിനസ് ആണല്ലോ. എന്നിട്ട് എത്രണ്ണം വിറ്റു? കാശ് മുഴുവൻ താടാ. ഇല്ല ബോസ്, ഇതുവരെ ഒന്നും വിറ്റിട്ടില്ല. ബോസ് ഈ കുടയുടെ കീഴിൽ നോക്കിക്കോ. എങ്ങനെയാണ് ഇത് മുഴുവൻ വിൽക്കുന്നതെന്ന് ഒറ്റ മണിക്കൂറുണ്ട് ഞാൻ കാണിച്ചു തരാം. ഓ എന്റെ ഈശ്വര, എന്നെ നശിപ്പിക്കാനായിട്ട് വന്നേക്കണത്. എടാ നിന്നെ ഒരുത്തനെ വിശ്വസിച്ച് പലിശയ്ക്ക് കടമെടുത്ത ഞാൻ ഈ കട നടത്തുന്നത്. ഇന്ന് നോക്കടാ അജയ, ഇന്ന് വൈകുന്നേരത്തിനകം 300 രൂപ പലിശ കൊടുത്തില്ലെങ്കിൽ ആ കാലമാടെ എന്നെ കൊല്ലും. അതാ ഒരു സായിപ്പ് അവിടെ കിടപ്പുണ്ട്, ചുമ്മാ നോക്കിയിരുന്നോ. ഞാൻ ഇപ്പൊ വരാം. ഇത് വല്ലതും നടക്കുമോ എന്തോ. സൂപ്പർ ഗ്ലാസസ്, മാഡം സൺഗ്ലാസസ്. സർ ഗ്ലാസസ്. മാഡം സൺഗ്ലാസസ്. സർ സൺഗ്ലാസസ് സർ, ഒറിജിനൽ ഇറ്റാലിയൻ ഗ്ലാസസ്, ക്വാളിറ്റി ഗുഡ് ക്ലാസ് സർ. നോ ചീറ്റിംഗ് സർ, വെരി ചീപ്പ്. ഇറ്റ്സ് ജസ്റ്റ് $15.
$15 too much. Okay, $10. This is not original. I know. I'll give you original. See the difference. This is original. I don't know the difference. Look straight to the sun. It's cooling. Try this, sir. This one. Wow, you look good. This also. I will give these 2 glasses for just $20. I need only one. Okay, I'll give it to you for just $15. Yeah. Take this. Thank you. ഡോളർ ഒന്നിന് 58 രൂപ വെച്ച് 870 രൂപ. ഇതിൽ നിങ്ങൾക്കുള്ള 2 ഗ്ലാസിന്റെ വില 100 രൂപ. 770 രൂപ എനിക്ക്. അത് നിന്റെ അപ്പനോണ്ട് കൊടുറാ. എന്നെയാണ് പറ്റിക്കാൻ നോക്കണത്. ഈശ്വര, ആ കാലമാടന്റെ ഇത് രക്ഷപ്പെട്ടു. പലിശ കൊടുക്കാനുള്ള പൈസയായി. പയ്യനാളെങ്ങനെ വല്ല ഉടയപ്പാണ്? അയ്യോ പാവമാണ് സാർ, വായാടിയാണെന്നേ ഉള്ളൂ. അവൻ വീട്ടിൽ നിന്ന് ഓടി പോന്നതാ. വിശന്ന് റോഡിൽ നിൽക്കണ കണ്ടപ്പോ ഞാൻ കൂട്ടിക്കൊണ്ടുപോന്നു. താമസവും ഭക്ഷണവും ഒക്കെ കൊടുത്തു. ഇപ്പൊ ചെക്കനങ്ങ് വലുതായി. ആള് മിടുക്കനാ. ഡെയിലി 1000 രൂപ ഒപ്പിച്ചു തരും. പാവമാണ് സാർ. ശരിയപ്പം കാണാം. ഇതിരിക്കട്ടെ. സന്തോഷം. ശരി ശരി. ശരിയാ. എന്തൊരു ഗ്ലാമറടാ. ഇവനെവിടെ പോയി? ഇതാ 20 യൂറോ. ബോസ് എടുത്തോ. ഒരു ബ്രിട്ടീഷുകാരനെ പറ്റിച്ചതാ. ഈ ബ്രിട്ടീഷുകാരെ പറ്റിക്കാൻ ഭയങ്കര പാടാ ബോസ്. പിന്നെ ഞാൻ തന്നെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി. നിനക്ക് സ്റ്റിക്കർ അവിടെ നിന്ന് കിട്ടി? ഞാനിത് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഒന്നിന് 5 രൂപ. ഇത് വെച്ച് 1000 രൂപ ഈസി ആയിട്ട് ഉണ്ടാക്കാം. 5 രൂപ മുടക്കിയ 1000 രൂപ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ആ ശ്രീധരൻ കേസ് എന്തായടോ? ഞാൻ ശ്രീധരൻ കേസിന്റെ പിന്നാലെ തന്നെയാണ് സാർ. എന്നിട്ട് എന്തായി അന്വേഷണം? 3 പേരെ കുറിച്ച് അന്വേഷിച്ചു സാർ. പക്ഷെ ശ്രീധരനെ കിട്ടിയില്ല. എന്നിട്ട് ഇപ്പോഴും ഞാൻ സെർച്ച് ചെയ്യാണ് സാർ. താനിപ്പോ എവിടെയാ? ഉച്ച തിരിഞ്ഞ് ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല സാർ. വിശന്ന് കത്തിയിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി ചായക്കട കയറിയപ്പോഴാ സാറിന്റെ ഫോൺ. അവിടെ കേശവൻ എന്നൊരാളുണ്ട്, ശ്രീധരന്റെ സഹോദരനാ. അവനെ അന്വേഷിച്ചു താൻ? അതിപ്പോ ഉവ്വ സാർ, അവനൊരു ഫർണിച്ചർ കടയുണ്ട്. അവന്റെ വീട് കണ്ടുപിടിച്ച് അവനെ കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായിട്ട് എനിക്ക് റിപ്പോർട്ട് തരണം. മനസ്സിലായോ? സാർ, ഇപ്പൊ പോയ 8 മണിയാവും എന്റെ വീട്ടിലെത്താൻ. തിരിച്ചെത്തുമ്പോഴേക്കും പാതിരക്കോഴി പോവും. എന്തൊരു നശിച്ച ജീവിതം. സാർ, കാശ്. പോലീസുകാരനോട് കാശ് ചോദിക്കുന്നോടാ റാസ്കൽ. റോഡരികിൽ കട തുറന്നു വെച്ച് കാൽനടക്കാർക്ക് ശല്യം ഉണ്ടാക്കിയിട്ട് എന്നെ തുറച്ചു നോക്കുന്നോടാ. സാറിന് പാഴ്സൽ വല്ലതും വേണമെന്നും കൂടി നോക്കിയതല്ലേ? ഓഹോ, എന്റെ കട എത്ര മണി വരെ കാണും? 10:30 എല്ലാം ക്ലോസ് ചെയ്യും സാർ. എന്നാലേ ഒരു ബീഫ് ഫ്രൈ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് വെച്ചത് ഞാൻ വന്ന് വാങ്ങിക്കോളാം. ശരി സാർ. എന്നാ ശരി. ഓ, അമ്മാമേ. അന്നമോളെ, അയ്യോ മോളെ, അയ്യോ ഇങ്ങോട്ടിരിക്കും. അയ്യോ, ഇവിടെ ഓരോന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഇരിക്കും മോളെ, ഇരിക്കും. എന്താ മോളെ, മോക്ക് സുഖാണോ? മോളെന്താ ഒറ്റയ്ക്ക് പോരാ? നിന്റെ പപ്പ സമ്മതിച്ചോ? പപ്പ 6 മാസം മുമ്പേ മരിച്ചു. അയ്യോ. അതിനുശേഷം വിക്ടറങ്ങളുടെ വീട്ടിലാ ഞാൻ താമസിച്ചിരുന്നേ. ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഇവിടെ വന്നിട്ട് തന്നെ 4 വർഷമായി. നിന്നെ പോലെ ആരെങ്കിലൊക്കെ വന്ന് പറയുമ്പോ മാത്രാ
ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നത്. എനിക്കിനി ആകെയുള്ളൊരു ബന്ധു അമ്മാമ്മയാ. അതുകൊണ്ട് ഇനി മുതൽ അമ്മാമ്മയുടെ കൂടെ ഞാൻ താമസിച്ചോളാം. ബന്ധങ്ങൾ അതൊക്കെ നിന്റെ മമ്മ ഉണ്ടായിരുന്നപ്പോ. അവളുടെ വേർപാടിന് ശേഷം എന്നെ ആ വീട്ടിൽ കയറാൻ പോലും നിന്റെ പപ്പ അനുവദിച്ചില്ല. ഇപ്പൊ നീയെങ്കിലും എന്നെ ഓർമ്മിച്ചല്ലോ. ഈ ബീച്ചിൽ ഫ്രൂട്ട്സ് വിറ്റാ ഞാൻ കഴിയുന്നേ. ഞാനും ഒരു ജോലിക്ക് ശ്രമിക്കാം. നീ പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു സ്റ്റുഡിയോയില് ഫോട്ടോഗ്രാഫറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ, ഒരു ജോലിക്ക് പ്രയാസമില്ല. അമ്മാമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്. ഒരു ചപ്പാത്തി മിച്ചം കാണും. അത് ധാരാളം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through. കുറേശ്ശെ വലിച്ചു കയറ്റടാ. വലികേ എനിക്ക് വേണ്ട. അവന് വേണ്ട, ഇങ്ങോട്ട് എടുക്കും. ഇതാണ് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വാടേ ചെല്ലേ ചെല്ലടാ മക്കളെ. ഞങ്ങൾ പുറത്തൊക്കെ പോകാം, പക്ഷെ ചിക്കന് വേണ്ടി വരും ചിക്കൻ തിന്നാൻ. ഇതാ കൊണ്ടുപോയി കിളവന്റെ ഒരു സമയം. നടക്കടാ ചെല്ലേ. ആ നീ ഇവിടെ ഇരി, ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യ. കുറച്ച് പഞ്ചസാരം കിട്ട്. ആ ചേട്ടാ, ഒരു 2 ദോശ ഇതാ. ആ ചേട്ടാ, ഇവിടെ 2 ദോശ, ഒരു ചായ.
ഇവിടെ വാടാ. സാർ നിന്നെ കണ്ടിട്ട് ഭയങ്കര ഡീസന്റ് ആണല്ലോടാ. എന്നിട്ടാണ് പൊതുവഴിയിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പോണത്. വാടാ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ മൂത്രമൊഴിക്കാൻ പോയല്ല സാർ. നീ മൂത്രമൊഴിക്കാൻ പോണത് ഞാൻ കണ്ടല്ല. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറയാം. മൂത്രമൊഴിക്കുന്നത് തെറ്റാണോ സാർ? തെറ്റാണ് സാർ. കോടതി ചെന്നാലേ 1000 രൂപ പിഴ, ചിലപ്പോ 6 മാസം അകത്ത് കിടക്കേണ്ടി വരും. സാർ എനിക്ക് തീരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എടാ നിയമം എന്തായാലും നീ സ്റ്റേഷനിലേക്ക് വാ. ദയവായി എന്നെ പോവാൻ അനുവദിക്കണം സാർ. ഞാൻ ദൂരെ നിന്ന് വരികയാണ്. അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അതിന് അതിൻ്റെതായ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല സാർ. എന്നാ ഒരു കാര്യം ചെയ്, ദാ കാണുന്ന കടയിൽ പോയി ഒരു പാക്കറ്റ് ബിൽസും 2 പഴവും മേടിച്ചിട്ടോ. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല സാർ. കാശില്ലേ? എന്നാ പിന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ കയറി. വേണ്ട സാർ, ഞാൻ പോയി വാങ്ങിത്തരാം. എല്ലാം ഉണ്ടല്ലോ. ഓ ശരി 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 സാർ. എന്നാ പോയിക്കോ. ഐഷാവി, വേണ്ട എണീക്കണ്ട, കിടന്നോ. നീ മരുന്ന് കഴിച്ചോ? പതുക്കെ. നീ ഭക്ഷണം കഴിച്ചു, പക്ഷെ ഛർദിച്ചു. ആന്തേ? നിങ്ങളുടെ ചേട്ടന്റെ മകൻ വന്ന് എന്നെ ആശുപത്രി കൊണ്ടുപോയി. അൻവറോ? എന്നിട്ട് അവനെവിടെ പോയി? കൂട്ടും കൂടി കുടിക്കുന്നുണ്ടാവും. അവനെ കൊണ്ട് എന്ത് കാര്യം? കൊള്ളരുതാത്തവൻ. അവനെങ്കിലും ഉണ്ടായല്ലോ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവാൻ. ഓ, നീ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ. 4 വർഷമായില്ലേ നീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്? എന്റെ ശമ്പളം മുഴുവൻ ഞാൻ നിന്റെ ചികിത്സക്കല്ലേ ചെലവഴിക്കുന്നത്. ഒരു 10 രൂപ പോലും ഞാൻ എന്റെ കാര്യത്തിന് ചെലവഴിക്കുന്നുണ്ടാ? ഇതൊക്കെ ആരോട് പറയാം. ഞാൻ നിനക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കും. എനിക്ക് വേണ്ട. ഒന്നും കഴിക്കാതിരുന്നാ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചതാ. എന്നാ നീ ഉറങ്ങിക്കും. നാളെ സ്കാൻ ചെയ്യണോന്നാ ഡോക്ടർ പറയുന്നേ. എങ്ങനെയെങ്കിലും ചത്താ മതിയായിരുന്നു. അങ്ങനൊന്നും പറയല്ല എന്റെ ഐഷാവി. തൽക്കാലം നീ അൻവറേയും കൂട്ടിക്കൊണ്ട് പോ. എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഞാനും വന്നേനെ. കാശിന് എന്ത് ചെയ്യും? അതിപ്പോ തൽക്കാലം നീ ആ മുസ്തഫോട് വാങ്ങും. ശമ്പളം കിട്ടുമ്പോ കൊടുക്കാം. ഇപ്പൊ തന്നെ അയാൾക്ക് നല്ലൊരു തുകയായി. എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാം. കർത്താവേ, ഇവളുടെ അപരാധം നീ പൊറുക്കണമേ. ഞാൻ ഒരാളെ കൊല്ലാൻ പോവുക. അതിനാ ഞാൻ ഈ കോവളത്ത് വന്നത്. ഞാനിപ്പോ 1 അല്ല 2 ജീവന്. ഇതിന്റെ കാരണക്കാരനെ അവനെ കൊന്ന് ഞാനും ജീവനൊടുക്കും. ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? ആരാ ഈ പാപിക്കുള്ളത്? ജീവന്റെ ഒരു പൊതു നാമ്പ് ഈ വയറ്റിൽ 3 മാസമായി വളരുന്നു. അതും എന്നോടൊപ്പം അവസാനിക്കട്ടെ. എനിക്ക് മറ്റൊരു വഴിയുമില്ല. Слушай, ну так классно, такое классное море, теплое. Здорово, что ты приехала, я так тебя ждала. Я так по тебе соскучилась. Пойдем что-нибудь покушаем? Пойдем попьем сока, а там где здорово здесь.
случилось? Ты представляешь, Представляешь, кто-то украл мою сумку. Where was your bag? Сумка была здесь. I just went to washroom. Somebody take my bag. Please, You inform please the help police. me. My passport, my ticket. Come, we will call the police. ഹലോ എടാ ഒരു ബിരിയാണി വാങ്ങിക്കാൻ എന്താ ഇത്ര താമസം? എടാ എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ വരികയാണ് ബോസ്. ആ നീ വന്നാ മതി. ഇതാ ബോസ്. നീ എന്താ എത്ര താമസിച്ചേ? കടയിൽ ഭയങ്കര തിരക്കാ ബോസ്. ആ ഞാൻ ഈ ഗ്ലാസ് കൊണ്ടൊരു കറക്കം കറങ്ങിച്ച് വരാം. എവിടെ പോണു? ഞാൻ ഇപ്പൊ വരാം. ഹലോ നമസ്കാരം സാർ. എന്നാ പിന്നെ ശരി, ഞാൻ തന്നെ പിന്നെ വിളിച്ചോളാം. എടാ നീ കണ്ണാടി വെക്കാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണ. അവിടെ ബീച്ചിലെ ശവം അടിഞ്ഞ് നീ വല്ലത് പറഞ്ഞ? എപ്പോഴാ സംഭവം നടന്നത്? ഇന്ന് രാവിലെ ആ വടക്കേ ഭാഗത്താണ് ശവം കിടന്നത്. ആരോ ജീവൻ ഒടുക്കിയതായിരിക്കും. വടക്ക് ഭാഗത്ത് തിര ഭയങ്കര ശക്തിയാ. സൂക്ഷിച്ചില്ലേ വലിച്ചോണ്ട് പോവും. ഇതിനകം 4-5 പേരാ സ്പോട്ടിൽ മരിച്ചത്. പോലീസിന് ബോഡി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. SI മരിച്ചതാരാണെന്ന് അന്വേഷിച്ച് നടക്കുക. ഇവർക്കൊക്കെ ചകൻ വേറെ ഒരു സ്ഥലവും ഇല്ലേ? ആർക്കറിയാം? എന്തിനാ ഇങ്ങനെ കടലിൽ തന്നെ വന്ന് ജീവൻ എടുക്കുന്നത്? ആർക്കറിയാം അവന്റെ പ്രശ്നം എന്താണെന്ന്. ഈ വർഷം ഇത് 3ാമത്തെ ആത്മഹത്യ. ശരിയാണ് ബോസ്. ആ പാറക്കെട്ടിൽ 4-5 പേര് വഴുതി വീണ് മരിച്ചിട്ടുണ്ട്. എടാ അത് വഴുതി വീണതൊന്നും അല്ല, കൊലപാതകമായിരിക്കും. ഇതിനൊക്കെ പ്രധാന കാരണം ഡ്രഗ്സ് തന്നെയാ. എനിക്ക് കുറച്ച് പണിയുണ്ട് ബോസ്. ഞാൻ പോയിട്ട് 4 മണിക്ക് വരാം. അവിടെ നിക്കടാ. നീ ഈ ഗ്ലാസും കൊണ്ട് അവിടെ പോണു? നീ അറിയാ? അതെ, 4 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരിക്കണം. കേട്ടല്ലോ? ശരി ബോസ്. ആരോ മതം വരെ ഹാൻഡ് ബാഗ് അടിച്ചു മാറ്റി. എപ്പോഴാ? 2 മണിക്കൂർ മുമ്പ്. കള്ളനെ കിട്ടിയിട്ടില്ല, അതിനാണ് പോലീസ് വന്നിരിക്കുന്നത്. Ну не плачь, не переживай. Сейчас придет полиция. Все образуется. Только людей вокруг было. Все будет хорошо. Ты представляешь, там было все. Паспорт, камера, Хорошо, все. не плачь. Сейчас приедет полиция. Обязательно найдут твою сумку. Ты увидишь. Все закончится хорошо. Excuse me, who is Lucia? She is Lucia. Oh, I am Abdul Qadir from South Police Station. You come with me to the police station. I find your handbag. Okay? I lost my handbag with medicine, passport, camera, everything. Don't worry. I will catch the criminal. Okay? Okay. Okay. Please help her. Yeah. In this Kovalam, so many thieves and pickpocketers. But don't worry, I will find your handbag in one day. Okay?
Where are you staying? Hotel Sunview. Oh, Sunview. Hotel Sunview. 4-star hotel. They have good Ayurvedic massage. Good one. I need my passport, my medicine. I am asthmatic patient. I need my money. For asthma, allopathy not good. You go to the Ayurvedic hospital. They have good medicine. Look, my wife, asthma patient, 4 years. I need my handbag, my passport, medicine, camera, everything. Don't worry. This Kovalam, I 20 years. I know all criminals. I only catch Kochapan. Big smuggler. My photo published in the newspaper. See? Oh, okay. Don't worry. We go to the police station. Come. This way. എബി, ആ എന്താടാ? ഹായ് എബി. എന്താ കാര്യം? കുറച്ച് കാശുണ്ട്, കാശോ? ചേഞ്ച് ചെയ്യണം. അമേരിക്കനാണോ? അല്ല, പൗണ്ടാ. 5% കമ്മീഷൻ വേണം. എനിക്ക് കാശ് ഇപ്പൊ വേണം. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടായിരുന്നു ഞാനിവിടെ വരൂ. നീ ആ പയ്യനെയും കൂട്ടി ശൈലമോട് വീട്ടിൽ ചെല്ല്. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം കാശ് തരാം. എന്താ? ഇയാളുടെ ഒപ്പം ശൈലമോട് വീട്ടിൽ ചെല്ല്. 5% കമ്മീഷൻ വാങ്ങാൻ മറക്കണ്ട. എന്താ റസൊക്കെ? ചേച്ചി, കുറച്ച് കാശ് മാറാനുണ്ടായിരുന്നു. വാ. അമേരിക്കൻ ഡോളറാണോ? പൗണ്ടാണ്. ഒരു പൗണ്ടിന് ഞാൻ 90 രൂപയെ തരത്തുള്ളൂ. ഇതിനു മുമ്പ് 100 ചേച്ചി തന്നത്. പൗണ്ടിന് വില കുറഞ്ഞാന്ന് നീ അറിഞ്ഞില്ലായിരുന്നോ? 90 സമ്മതിച്ചു. ഓ, ഇനി എടുക്ക്. ഇതാ. ഇതിൽ 45,000 രൂപയുണ്ട്. ഞാൻ എണ്ണി നോക്കിക്കോ. ശരി, പോട്ടോ ചേച്ചി. ശരി. $2,000 കമ്മീഷൻ. എന്നെ വഴിയിലൊന്ന് വിടണേ. ആ ശരി. നിർത്ത്, ഇവിടെ വിട്ടാ മതി. ശരി. എനിക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ അങ്കിൾ ദുബായിന്ന് വന്നു. അങ്കിള് തന്നതായത്. ഒരു 5 രൂപ എനിക്ക് തരാമോ? ഇല്ല, തരില്ല. നിന്റെ അച്ഛനോട് ചോദിക്ക്. അച്ഛൻ കാശ് തരില്ല. നിന്റെ അമ്മയോ? എന്റെ അമ്മ മരിച്ചു പോയി. രണ്ടാനമ്മയുള്ളത്. അപ്പോൾ എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് കാശ് കിട്ടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? മോഡി മസ്താൻ എന്നൊരാളുണ്ട്. അയാൾ ഒത്തിരി അത്ഭുതങ്ങൾ കാണിക്കും. കാശ് കൊടുത്താൽ അയാൾ ഒരു പൊടി തരും. ആ പൊടി നിന്റെ അച്ഛനും കൊടുത്തു നോക്ക്. അപ്പ കാണാം അച്ഛന് നിന്നോടുള്ള സ്നേഹം. അച്ഛാ ചായ. എന്ത് ചായയാണ് ഇത്? അയ്യോ, നിങ്ങളെ കൊല്ലാൻ അവൻ പാലില് വിഷം കലർത്തിയേ. നീ എന്താ കാണിച്ചത്? പറയടാ, ആരോട് പറയടാ. ഇത് കുടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു പോയേനെ. നീ എന്നെ കൊല്ലാൻ നോക്കുവായിരുന്നടാ.
നിന്നെ ഞാൻ അച്ഛൻ എന്നോട് സ്നേഹം തോന്നിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ നുണ പറയുന്നോടാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. കള്ളം പറയുന്നോടാ. ഈ ലാസറിന്റെ വീട് ഇപ്പൊ എന്ത് ചെയ്യും? ശരി. ഷാജി ആ മൂലം കയറാ. നീ ഇന്ന് കടലിൽ പോകുന്നില്ലേ? ഇന്ന് പോകണേ. എടാ വിൽഫ്രഡ്, ആ ലാസറോടെ വന്നാടാ. ഏത് ലാസറാ സാറേ? ആ കഷണ്ടിയുള്ള ലാസറേ. അയാൾ വന്നില്ല സാറേ. അയാളുടെ വീട് എവിടെയാ? പൂവാർ. അവനിപ്പോ എവിടെ കാണും? ആ സലൂണിലുണ്ടാവും. ഓ, അയാൾക്കൊരു ചേട്ടനുണ്ടല്ലേ? ആ, അയാളിപ്പം ജയിലില്ല. ഓ, ഈ ലാസർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. ഓഹോ ഹോ. എന്താ സാർ, കേസ് വല്ലതും? ഏയ്, വെറുതെ അന്വേഷിച്ചേ ഉള്ളൂ. മിച്ചറാ. വർഗീസ്, നീ എവിടെയാ? നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പിള്ളേരെല്ലാം വിളിച്ച് കരളി തിയേറ്ററിൽ വാ, നമുക്കൊരു സിനിമ കാണാം. ഇന്ന് എന്റെ കാശുണ്ടാ, ഞാൻ നിങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കാം. ഒന്നല്ല 4 എണ്ണം വാങ്ങിച്ചിരുന്നു. നിങ്ങൾ വാ. ലാസറേ, നിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണല്ലോ. ഓ, നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ പോയെന്നറിയാമോ?
സാറ് നല്ല സ്ലിം ആയിരിക്കുന്നല്ല. ഡയറ്റിങ്ങിലായിരിക്കും. ഡയറ്റിംഗ് ഒന്നും അല്ലടാ, അലച്ചില് കൂടുതലാ. ഓ, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ചെസ് കളി തുടങ്ങിയ. ഞങ്ങൾ ജയിലിൽ വെച്ച് കളിക്കുമായിരുന്നു സാർ. ഓ, അവരവിടെ ചെസ് കളിയും പഠിപ്പിക്കോ? ജയിലിൽ ഞങ്ങൾ ഇഷ്ടിയ കഷ്ണം വെച്ച് കളിക്കുമായിരുന്നു, വെറുതെ ഒരു നേരം പോക്കിന്. ആണോ? ആ, പിന്നെ ലാസറേ, നീ എനിക്കൊരു സഹായം ചെയ്യോടാ. എന്താണ് സാർ? ആസ്മ രോഗിയായ ഒരു മദാമ പെണ്ണിന്റെ ഹാൻഡ് ബാഗ് ആരോ മോഷ്ടിച്ചോണ്ട് പോയി. അവളുടെ പാസ്പോർട്ട്, റിട്ടേൺ ടിക്കറ്റ്, മെഡിസിൻസ് എല്ലാം അതിനകത്താ. എവിടെ വെച്ച സംഭവം? പിസാര ഹോട്ടലില്. അത് സെന്റ് താണുവിന്റെ ഏരിയ ആണല്ലോ സാർ. അയാളോട് ചോദിച്ചാൽ എല്ലാം അറിയാം. സെന്റ് താണു? അതാ ഒറ്റക്കണ്ണല്ലേ? അതെ സാർ, ചോദിച്ചു നോക്കൂ. അവനിപ്പോ എവിടെ കാണും? അയാൾ വലിയ ബിസി ആയിരിക്കും. ഞാൻ അയാളുടെ നമ്പർ തരാം, സാർ സംസാരിച്ചു നോക്കൂ. ഒരു സെക്കൻഡ്. 9847343347. ഹലോ, താണു അല്ലേ? ആരാണിത്? ഞാൻ സിവിൽ പോലീസ് ഓഫീസറാ. പേര് അബ്ദുൽ ഖാദർ എന്ന് പറയും. സൗത്ത് പോലീസ് സ്റ്റേഷൻ. സുഖമാണോ സാർ? ആ, സുഖം തന്നെ. പിന്നെ അത്യാവശ്യമായിട്ട് തന്നൊന്ന് കാണണം. താൻ എവിടെയുണ്ട്? ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എന്താണ് സാർ? സംഭവം മോഷണ കേസാ. ഒരു മദാമയുടെ ഹാൻഡ് ബാഗ് മോഷണം പോയേ. എവിടെ വെച്ചു സാർ? നമ്മുടെ പിസാര റെസ്റ്റോറന്റിൽ വെച്ച്. എന്നാൽ അത് കുള്ളൻ ബാസി ആയിരിക്കും. അയാളാണ് ഹോട്ടൽ കസ്റ്റമേഴ്സിൽ നിന്ന് മോഷ്ടിക്കുന്നത്. അവനിപ്പോ എവിടെ കാണും? അവന്റെ കെട്ടിയോളൊരു നേഴ്സാണ്. മെഡിക്കൽ കോളേജിന്റെ ബാക്കിലാണ് താമസം. ഇപ്പോൾ ബിലാൽ ഷോപ്പിൽ കാണും. ബിലാൽ ഷോപ്പ്. ആ, അവനെ ഞാൻ പൊക്കിക്കോളാം. സാർ, എന്തോ ചെലവൊന്നുമില്ലേ? ആദ്യം ബാഗ് ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ടാവാൻ ചെലവ്. ഓ, 1 മണി കഴിഞ്ഞല്ലോ. വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ആരും എടുക്കുന്നില്ലല്ലോ. ആ മദാമേനൊന്ന് വിളിച്ചു നോക്കിയാലോ? മദാമ. ഹലോ മാഡം, ഐ ആം പോലീസ് കോൺസ്റ്റബിൾ അബ്ദുൽ ഖാദർ. ഐ ആം സെർച്ചിങ് യുവർ ഹാൻഡ് ബാഗ്. അത് ഐ വിൽ ഫൈൻഡ് ഔട്ട്. യു ഡോണ്ട് വറി. ഇന്ത്യ ഈസ് എ വെരി ഗുഡ് കൺട്രി. കേരള പോലീസ് ഗുഡ് സർവീസ്, ഗുഡ് പീപ്പിൾ. ആ, ഡോണ്ട് വറി. ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ. Arvin, papaya. Fresh papaya, fresh orange. Madam? Fresh orange. You take it. Very fresh. ഇതാ. എന്താ ജോലി? ഇപ്പൊ എങ്ങനെയുണ്ടടി? മെച്ചൊന്നുമില്ലല്ലേ? എന്ത് ചെയ്യാ, ബിസിനസ് ഒക്കെ മോശം. ഇത് ഏത് ക്യാമറയാ? നിക്കോണാണോ? നോക്കട്ടെ. ചേച്ചി എടുത്തു തരാം. ഇല്ല, ഞാൻ തരില്ല. മാറിപ്പോയി. ഞാൻ തരില്ല. ഇല്ല, അതങ്ങനെ ഞാൻ തരത്തില്ല. ഇല്ല, ഞാൻ തരത്തില്ല. ചേച്ചിയുടെ ഫോട്ടോ വേണ്ട, തരത്തില്ല. നിങ്ങൾ പോയാൽ ബീച്ചിന്റെ സൈഡിൽ നിൽക്ക്. ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരാം. പോയി ഇവിടെ നിന്ന്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിയത്തില്ല. ഞാനൊരു ഫോട്ടോ എടുത്തു തരാം. മമ്മി, ഡ്രൈവറിന്റെ ക്യാമറ മോഷ്ടിക്കാൻ വരുന്നു. രാഹുൽ, എന്താ മോനെ? ഡ്രൈവറിന്റെ ക്യാമറ മോഷ്ടിക്കാൻ നോക്കുന്നു. പട്ടാളത്തോട് ക്യാമറ മോഷ്ടിക്കാൻ നോക്കുന്നു. നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. പോലീസ്. വാ മോനെ. അയ്യോ, മോളെ. എന്തു പറ്റി മോളെ? ഞാൻ ആ കൊച്ചിനൊരു ഫോട്ടോ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ എന്നെ ക്യാമറ മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. അവരൊക്കെ പണക്കാരല്ലേ മോളെ? മോളൊരു കാര്യം ചെയ്യും, മോള് വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ വിറ്റിട്ട് അങ്ങോട്ട് വരാം. എണീക്ക്.
have this medicine? We don't have this medicine, madam. Where I can get this medicine? You just consult a doctor. Okay. Hello. Hello. Do you have this medicine? Livolin? No, levocraptan. No medicine. Not available. Okay. Okay. I am Lucia. I am Father Edward. Your friend Katharina's friend. She gave me your number. Where are you? I am in medical shop. Any problem? I like to meet you. Wait there. I will come and pick you. Thank you, Father. അതെ, ഒരു ഫോറിൻ വനിതയുടെ ഹാൻഡ് ബാഗ് മോഷണം പോയത്. $2000 പാസ്പോർട്ട്, ടിക്കറ്റ് എല്ലാം പോയി. കേസ് കമ്മീഷണർ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഏതവനെടുത്താലും അവനെ പൊക്കിയേ പറ്റൂ. സാർ, ഞാൻ എൻ്റെ ആൾക്കാരോട് അന്വേഷിച്ചു. അവരാരും എടുത്തിട്ടില്ല. ഇനി ഒരു പക്ഷേ ആ ഹോട്ടലിലെ വെയിറ്റർമാരാണെങ്കിലോ? അവന്മാരൊക്കെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തതാ. എങ്കിലും അവനത് മാറ്റിയെടുക്കാതിരിക്കില്ല. അപ്പൊ സാറിന് അവനെ പുല്ല് പോലെ പൊക്കാം. ഈ കോവളത്ത് ഡോളർ മാറ്റാൻ പാടൊന്നുമില്ല. ഇത്തരം കേസുകൾ ശൈലമ്മയുടെ അടുത്താണ് എത്തുക. ആരാണ് ഈ ശൈലമ്മ? ആ മാത്യുവിന്റെ കെട്ടിയോളില്ലേ, അവരാ. ഓ, അയാള് മരിച്ചതിന് ശേഷം ബിസിനസ് കൈകാര്യം ചെയ്യുന്നത് അവളാ. ഓ, അവള് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യൂ? ഡോളർ മാത്രോ, ഡ്രഗ്സ്, പാസ്പോർട്ട് തുടങ്ങി എല്ലാ ഏർപ്പാടുണ്ട് സർ. അവളുടെ ഏരിയ ഏതാ? ഒരു പ്ലേറ്റ് ബിരിയാണി കൂടി തന്നേരും. അവിടെ വെച്ചേക്ക്. എടാ ബാസി, ആ മദാമ പെണ്ണിനും എൻ്റെ ഭാര്യയ്ക്കും ഒരേ അസുഖം, ആസ്മ. 3 വർഷമായി എൻ്റെ ഭാര്യ ഒരേ കിടപ്പിലായിട്ട്. എന്തൊക്കെ ചികിത്സ ചെയ്ത് നോക്കി, രക്ഷയില്ല. ചികിത്സ ഉണ്ടെന്നും കാര്യമില്ല സർ. വാസ്തുവിന്റെ കുഴപ്പമായിരിക്കും. സാറ് വീടൊന്ന് മാറ്റി നോക്ക്, അസുഖം താനേ പോവും. ഓ, വീട് മാറാനുള്ള കാശൊക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? പോലീസുകാർക്കാണോ സാറേ കാശിന് പഞ്ഞ? ചെലവേ ഉള്ളൂ. ഈ ബൈക്കിന് സർക്കാർ പെട്രോൾ വല്ലതും അടിച്ചു തരൂ. സാറേ, സാറിന്റെ സ്റ്റേഷനിലെ എൻ്റെ ഒരു കേസുണ്ട്, അതൊന്ന് ശരിയാക്കി തരണം. നോക്കട്ടെ. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിയത്തില്ല. നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയാമോ? ഇതാണ് സ്റ്റാർ സ്റ്റുഡിയോ. പൈസങ്ങളാ ഇത് നടത്തിക്കൊണ്ട് പോകുന്നേ. ഈ പൈസങ്ങൾ എന്റെ മമ്മിയുടെ ഒരു അകന്ന ബന്ധുവാ. ഇവിടെ ക്ലീനിങ്, വെള്ളം ചേഞ്ച് ചെയ്യൽ, ഫോട്ടോ എടുക്കാൻ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ എന്റെ ജോലി. എനിക്ക് ഫോട്ടോഗ്രാഫിയും വളരെ ഇഷ്ടമാണ്. ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആകണമെന്നും എനിക്ക് മോഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഈ ജോലിക്ക് വന്നത് തന്നെ. പൈസകൾ ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഒത്തിരി തവണ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഫോട്ടോ ഞാനെടുത്തതാ, പക്ഷെ അങ്കിളിന് അറിയില്ല. ഇത് ഞാനെടുത്ത ഫോട്ടോയാ. പെൺകുട്ടികൾ ഫോട്ടോ എടുക്കാൻ നടക്കണ്ട, പറഞ്ഞത് മനസ്സിലായല്ലോ. ഇന്നത്തെ അടക്കം പ്രിന്റ് എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. ഞാൻ ചെയ്യാം അങ്കിൾ. ഞാനൊരിക്കൽ അങ്കിളിനെ പോലെ ഒരു വലിയ ഫോട്ടോഗ്രാഫറായി തീരും. ഞാനെടുത്തതാ ഇത്. നന്നായിട്ടുണ്ടോ അങ്കിൾ? ആ, കൊള്ളാമല്ലോ. ഫോട്ടോ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ ആ കണ്ണാശുപത്രി വരെ ഒന്ന് പോയിട്ട് വരാം, ടൗണില്. കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അതുവരെയുള്ള കാര്യങ്ങൾ മോള് നോക്കിക്കൊള്ളണം. ഓക്കെ അങ്കിൾ. അങ്കിൾ, അങ്കിൾ എവിടെയാ? അങ്കിൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ഓ, വാ ഇരിക്കേ. എനിക്കൊരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാണോ? UK വീസ. വെള്ള ബാക്ക്ഗ്രൗണ്ട്, 45x35 mm. ഇയാൾ ഫോട്ടോ എടുക്കൂ? എന്താ, എനിക്ക് ഫോട്ടോ എടുത്തൂടെ? ആദ്യമായിട്ടാ ഒരു വനിതാ ഫോട്ടോഗ്രാഫറെ കാണുന്നത്. ഇവിടെ വനിതകള് പൈലറ്റ് വരെ ആകുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആയിക്കൂടാ? അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. തനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയോന്നാ ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെയുണ്ട്. ചീപ്പ് എവിടെയാ? വാ ഇരിക്കെ.
ആ ബട്ടൺസ്. ഒന്ന് സ്ട്രേറ്റ്. ഓക്കെ, റെഡി? ചിന്ന. ഓക്കെ, ഒന്ന് സ്ട്രേറ്റ്. ഓക്കെ, മതി. നാളെ ഈവനിങ് വന്നാ മതി. എന്താ എനിക്കിതൊന്നും വേണ്ട. എന്താ കുഴപ്പം? ചിരിയുടെ നിങ്ങളോട് ആര് പറഞ്ഞു ഇത്ര ഗൗരവത്തിലിരിക്കാൻ? നിങ്ങൾക്ക് പറയാറുന്നല്ലോ സ്മൈൽ പ്ലീസ്. നിങ്ങൾ എന്താ പറയത്തെ? നിങ്ങൾ ചിരിക്കണായിരുന്നു. കൊച്ചെ, ഞാൻ ആദ്യം പറഞ്ഞ ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയില്ലാന്ന്. വെറുതെ ഇല്ലാത്ത ഐഡിയ കൊണ്ടുവന്ന് എനിക്കിതൊന്നും വേണ്ട. എന്റെ കാശ് തന്നെ. ചിരിച്ചിരിക്കുന്നൊരു ഫോട്ടോ അല്ലേ വേണ്ടത്? ഇങ്ങോട്ട് വാ. വാ. ഇരിക്കെ. നല്ല ഭംഗിയായിട്ട് എടുക്കണേ. നിങ്ങൾക്കുള്ള ഭംഗിയെ പടത്തില് വരൂ. എന്റെ പൊന്നു മോളെ, ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചെടുക്ക്. ലണ്ടൻ വീസകളാ. നോക്കൂന്ന് അല്പം വലത്തേക്ക് തിരിച്ചേ. അങ്ങനെ. ഹായ്. റെഡി ആയോ? ഒന്ന് കാണിക്കാവോ? ഓക്കേ. അയ്യോ, നന്നായിട്ടുണ്ടല്ലോ. ഇത് ഞാൻ തന്നെയാണോ? റിയലി നൈസ്. ഒന്ന് സൂം ചെയ്യാവോ? കുട്ടിക്ക് സിനിമയിലൊക്കെ ട്രൈ ചെയ്തൂടെ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട്? സീരിയസ്ലി. ആക്ച്വലി എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റുമോ? എന്ത് ഫംഗ്ഷൻ? മാരേജ് ഫംഗ്ഷനാ. എപ്പോഴാ ഫംഗ്ഷൻ? വെള്ളിയാഴ്ച. ഞാൻ വരാം. ഓ, താങ്ക് യു. ഇത് 2000 rupees ഉണ്ട്. അഡ്വാൻസ് അയച്ചാൽ മതി. ബാക്കി ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നോളാം. താങ്ക് യു. അപ്പോ മറക്കണ്ട, വെള്ളിയാഴ്ച. ഇല്ല. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കാച്ചി പെണ്ണിനു കല്യാണം. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കാച്ചി പെണ്ണിനു കല്യാണം. അക്കരക്കാവിലെ ചക്കരമാവിലെ കാക്കാച്ചി പെണ്ണിനു കല്യാണം. മാറിൽ മരതക പൂമാല, മേനിയിൽ മിന്നുന്ന പൂഞ്ചേല, കൊക്കു തുളച്ചൊരു മുക്കുത്തി, കാളകമാറിലും മൈലാഞ്ചി. അക്കരക്കാവിലെ
മയക്കത്ത് കിടന്ന് പുറക്കുന്നേ? ഇത്തിരി വെള്ളം കുടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ നാ കുടി. അയ്യോ മോളൊന്നുകൊണ്ടും വിഷമിക്കരുത് കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും തീരും മോളെ. ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയിൽ പങ്കുകൊള്ളണം. പിന്നെ ഞാൻ ഇത്തിരി തിരക്കിലാണ്, പിന്നീട് സംസാരിക്കാം. വയ്ക്കട്ടെ. ഹായ് ലൂസിയ. Hi, Father. How are you? I am fine. God bless you. Thank you. You don't worry. I have told the commission about your incident. Wait for a day. Otherwise, we will meet Minister Gopalan. He knows me very well. Thank you, Father. ഇപ്പോഴും സാധാരണ കേബിൾ കണക്ഷൻ. എന്തിന് കാത്തിരിക്കണം? ഇന്ന് തന്നെ കേരള വിഷൻ ഡിജിറ്റൽ ടിവി കരസ്ഥമാക്കും. ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം നിങ്ങളാണോ ഈ ശൈലമ്മ? അതെ സാറേ. നിങ്ങൾക്ക് എന്താ പണി? മീൻ വിറ്റാണ് സാറേ കഴിയണത്. ഓ, ദൈവങ്ങളെ വിളിക്കുമല്ലോ. കേറി ഇരിക്കും സാറേ. ഇപ്പൊ ഈ ഗിരിയുടെ ആളുകളുടെ തല്ല് കൊള്ളാൻ അതെങ്ങനെ? മീൻ വാങ്ങിച്ച് വിറ്റാണോ ഈ ടി വി ഒക്കെ വാങ്ങിയത്? അത് രക്തം കൊടുത്തതും. ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. ഇവിടെ ഡോളർ മാറ്റാൻ ആരെങ്കിലും വന്നോ? ഇല്ല സാറേ. അതെ, നിന്നെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം. എന്നോട് സഹകരിച്ചാൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. വെളച്ചിലെടുക്കാനാണ് പരിപാടിയെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് റോട്ടിൽ കൂടെ വലിച്ചഴിച്ചോണ്ട് പോകും. ഞാൻ സഹകരിക്കാം സാറേ. ഇന്നലെ ഒരു പയ്യൻ വന്നിരുന്നു. ആ പയ്യനെ കണ്ട എങ്ങനെ ഇരിക്കും? ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല സാറേ. അവന്റെ കൂടെ വന്നത് ആ എബിയുടെ ആളാ. എബിയാ? ഏത് എബി? ഒരു മൊബൈലുടെ അടുത്തുനിന്ന് എബി ഇല്ലേ? ഓ, ഈ എബിയുടെ ആള് തന്നെയാണോ അവനിവിടെ കൊണ്ടുവന്നിരുന്നത്? അതെ. ഞാൻ 500 പൗണ്ട് മാറ്റി കൊടുത്ത്. കള്ളത്തരം പറയരുത്. $2000 മോഷണം പോയത്. ഞാൻ 500 പൗണ്ടാ മാറ്റി കൊടുത്തത്. സാറാണ് സത്യം. അങ്ങനെയാണെങ്കിൽ അവൻ തീർച്ചയായും വീണ്ടും വരും. അവൻ വന്നാൽ ഉടനെ നീ അവന്റെ പടം മൊബൈലിൽ പിടിച്ച് എന്നെ വിളിച്ചറിയിക്കണം. ഓ, അറിയിക്കാം സാറേ. പിന്നെ നിന്റെ ദ്രാവകം വല്ലതും ഇരിപ്പുണ്ടോ? ഞാനിവിടെ മദ്യമൊന്നും വിൽക്കാറില്ല സാറേ. ഓ, അത് വെറുതെ. നിനക്ക് കഴിക്കാനുള്ളത് കാണില്ലേ? ഞാൻ വല്ലപ്പോഴും ഓട്കേ കഴിക്കും. ഓ, ഹോട്ട് കേക്ക് ഓട്ടെ എന്ത് പണ്ടാണെങ്കിലും ആവട്ടെ. നീ ഒരു ഗ്ലാസ് എടുത്തേ. പിന്നെ കുറിക്കാൻ വല്ലതും വേണം കേട്ടോ. സാർ, ഞാൻ ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞു സാർ. അത് 16 വയസ്സുള്ളൊരു പയ്യനാണ് സാർ. അവനെ ഞാൻ നാളേക്കകം തന്നെ പൊക്കിയിരിക്കും സാർ. ഉറപ്പായിട്ടും പിടിച്ചിരിക്കും സാർ. സാർ, ഞാൻ ലൂസിയെ കൂടി വിളിച്ച് പറഞ്ഞോളാം സാർ. ശരി സാർ, ഓക്കെ. അസിസ്റ്റന്റ് കമ്മീഷണറാ. നീ ഗ്ലാസ് എടുക്ക്. ഒരു പഴയ കഥ പറഞ്ഞു കേട്ടോ. കൊല്ലം കുറെ മുമ്പ്
തത്തമംഗലത്തുള്ള ഒരു ജോലകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിൽ പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായർ എന്ന ഇൻസ്പെക്ടറാണ്. വെള്ളമൊന്നും വേണ്ട. ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. Как ты, мой сладкий? Привет, пойдем поиграем, а потом я куплю тебе шоколадку. Слушай, а где твоя цепочка? Куда ты дел цепочку? Куда ты положил цепочку? Полис! Yes, ma'am. What's the problem? My son chain is lost. I will find your chain. Yes. Yes. Please come with me to the station. Yes. Okay. Give me a return complaint. Sure. Okay. Hi. What's your name? Слушай, так я себя неважно чувствую. Мне кажется, ты знаешь, я... Потерпи, сейчас придем домой. Сейчас придем Мне домой, я тебя кажется, уложу. я стала задыхаться. Сейчас придем уже. എന്താണ് ഇവിടെ കറങ്ങുന്നത്? നിന്നോട് എത്ര തവണ പറഞ്ഞാ ഇവിടെ കറങ്ങുന്നത്? നിന്നോടുള്ള മറ്റലവില്ലാതൊക്കെ എവിടെയാടാ? അവരൊക്കെ അവിടെ ഉണ്ട് സാർ. പാടം വിട്. സമയം കുറെ രണ്ടിതിനെ കാണാനില്ലല്ലോ. എവിടെയെങ്കിലും വാ നോക്കി കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. നീ ഇതെവിടെയായിരുന്നു? നിക്കണം. നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞാ ഇവിടെ കറങ്ങലെന്ന്? പറഞ്ഞാ മനസ്സിലാവില്ലടാ. ഇങ്ങോട്ട് മാറിയടാ. നീ ഇവിടെ നീക്കടാ. നീ ഇവിടെ സൺഗ്ലാസ് വെക്കുന്നില്ലടാ? അതെ സാർ. നീ മാരോടൊപ്പം ചേർന്നോ? ഷർട്ട് അഴിക്കടാ. നിന്നോട് പ്രത്യേകം പറയണടാ. പാല കണ്ടുപിടിച്ചു സാർ. മണലി വീണ് കിടപ്പുണ്ടായിരുന്നു. ഇനി മേലാലോടെ കിടന്ന് കറങ്ങുന്ന വേണ്ട. നിന്റെ നട്ടല്ലേ ചവിട്ടി ഓടിക്കും. കേട്ടാ മരങ്ങ് വിട്ടേക്ക്. ശരി സാർ. ആ ഷർട്ടൊക്കെ ഇട്ടെ. ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങാതെ സ്ഥലം വിട്ടോ. വയ്ക്കാം. Come, please come. Lucia. Lucia? Lucia, wake. We will go to the hospital. Okay. Come. Take. Help. Please, slowly. Slowly. My cap. Thank you. Step, be careful. Close the door.
എന്നോട് സത്യം പറയണം. നീ എന്തിനെങ്ങോട്ട് വന്നത്? അത് ഞാൻ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ഞാനൊരു സ്ത്രീയാ. ഇപ്പോ എത്ര മാസമായി? 4ാമത്തെ മാസം. ഇതിന്റെ അപ്പനാരാ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല. അപ്പോ നീ അബോർഷന് വേണ്ടി വന്നതാണോ? നീ ഒരു മണ്ടിപ്പെണ്ണ് തന്നെ. എല്ലാ കാര്യത്തിനും എടുത്തുചാട്ടമല്ലേ? ആട്ടെ, അവൻ ചത്തോ അതോ ജീവനോടുണ്ടോ? അയാളൊരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഭാരല്ല നിന്നെ ഏൽപ്പിച്ച ആ മഹാഭാവി പോയി. അവന്റെ കുട്ടിയെ എനിക്ക് വേണ്ട. അബോർഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആട്ടെ, നിന്റെ കയ്യിൽ കാശുണ്ടോ? അത്യാവശ്യം. എങ്കിൽ നമുക്ക് പോയി ഗ്രീഷ്മയെ കാണാം, അവള് സഹായിക്കും. ആരെ ഈ ഗ്രീഷ്മ? ഹോസ്പിറ്റലിലെ നേഴ്സാണ്, അവൾക്ക് നല്ല പിടിപാടുണ്ട്. നീ തുണി വിരിച്ചിട്ട് വാ, ഞാൻ നിന്നെ അവളുടെ അടുത്ത് കൊണ്ടുപോവാ. ചീട്ടിട്, കാശിട്. നിന്റെ ഇത്രയും കാശുണ്ടോ ഇങ്ങനെ വാരി അറിയാൻ? കാശ് വരും പോകും, നീ ചീട്ടിട്. നീ കോള് തന്നിട്ട് എത്ര വർഷമായി? 7 വർഷം. ഹലോ, അതെ, നമ്മളെ വർഗീസിന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. എവിടെ വെച്ചാ? ഇത്ര സീരിയസ് ഒന്നുമല്ല, ഒരു സ്കൂട്ടറുകാരനെ ഇടിച്ചതാ. വർഗീസ് ഇപ്പൊ എവിടെയാ? അവനിവിടെ ഉണ്ട്. ബൈക്കുകാരനെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നീ വേഗം വാ. ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ കളിക്കും, ഞാൻ ഇപ്പൊ വരാവേ. വർഗീസേ, എന്നെ അടിക്കരുത്. താനെന്തിനാ കുടിച്ചോണ്ട് വണ്ടി ഓടിച്ചത്? വല്ലപ്പോഴും ഇത്ര കുടിക്കുന്ന പറഞ്ഞിട്ട് ഡ്രൈവറെ വിളിക്കാനുള്ള അവസ്ഥ ഇതായിരിക്കില്ല. താൻ വർഗീസിനെ ഇടിച്ചിട്ടു, അയാൾക്ക് കാശ് കൊടുക്കണം. ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആവും. തന്റെ ഈ കാശൊന്നും ഇല്ലേ? കാശൊന്നും ഇല്ല. ഈ സ്കൂട്ടർ എന്റെ അല്ല. ഈ ബൈക്ക് പിന്നെ ആരുടെയാ? സുന്ദരന്റെയാ. ഇപ്പൊ നാട്ടിൽ പോയിരിക്കുക. എവിടെയാ നിങ്ങളുടെ വീട്? തിരക്ക് നഗറില്ല. ഈ ഇട കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും കിട്ടാൻ പോകുന്നില്ല. ഇയാളെ തരുന്ന വെറുതെ. വേറെ ഒരു ചെറിയ ഹെൽപ്പ്, ഈ ബൈക്ക് എന്റെ വീട് വരെ ഒന്ന് ഓടിക്കാമോ? എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഞാനെന്താ തന്റെ ഡ്രൈവറോ? ഇനി വീടിന്റെ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചാ ഞാൻ ജീവനോടെ വീട്ടിൽ എത്തില്ല. എനിക്ക് ഭാര്യ 2 പിള്ളേരുള്ളതാ. പ്ലീസ്. ശരി, വാ. പാടെ പിടിക്കാം. പാട്ടെ കൈ പിടിച്ചോ. കേറിയട്ടാ വണ്ടി. നോക്കി ഞാൻ ഓടുക വണ്ടി ഓടിക്കുക. എന്താ മനുഷ്യ ഇത്? എനിക്കിന്നൊരു ആക്സിഡന്റിന് പറ്റി. ഇവരാണ് എന്നെ രക്ഷിച്ചത്. നിങ്ങൾ ചത്തിരുന്നെങ്കിൽ ഇൻഷുറൻസ് തുകയെങ്കിൽ എനിക്ക് കിട്ടിയേനെ. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഞാൻ ചാവണം. നിങ്ങളെ സസ്പെൻഷനിലായിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. നിങ്ങൾ വലിയ ആത്മാർത്ഥയുള്ളവനാണെന്ന് അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ വീട്ടിൽ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നു. നിങ്ങൾ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയോ? കുട്ടികളുടെ ഫീസ്, വാടക കുടിശ്ശിക, പലചരക്ക് കടയിലെ കുടിശ്ശിക, ഇതെല്ലാം തീർക്കണം. ഇതിനെല്ലാം ഞാൻ എവിടെ പോവാനാ? എനിക്ക് എന്റെ ജോലി തിരിച്ച് കിട്ടും. നിങ്ങൾ ഇങ്ങനെ കുളിച്ച് എങ്ങനെ ജോലി കിട്ടാനാ? ഈ കൊച്ചനൊരു ചായ കൊടു. അതിനിവിടെ തേയിലയില്ല. മോരുള്ള കൂടെ കുറച്ച് ലോഷൻ ഉണ്ട്, അത് കൊടുക്കട്ടെ? ഞാൻ പോവാ. എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. എന്താ? എനിക്കൊരു 50 രൂപ. എന്റെ കാശൊന്നുമില്ല. അമ്മേ, അച്ഛൻ വന്നോ? എനിക്ക് അച്ഛൻ എന്താ കൊണ്ടുവന്നേ? ആ ബുക്ക് എടുത്ത് വെച്ച് ഹോംവർക്ക് ചെയ്യാൻ നോക്കും മക്കളെ. ഇത്രയൊന്നും എനിക്ക് വേണ്ട. 50 രൂപ മതി. മാഡം, എന്താ കാര്യം? ഈ കാശ് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. താഴെ വീണപ്പോ ഞാൻ എടുത്തു വെച്ചതാ. ഇങ്ങനെ കയ്യിൽ എവിടുന്ന ഇത്രയും കാശ്? അതെനിക്കറിയില്ല. കറക്റ്റ് ആണോന്ന് എണ്ണി നോക്കണം. ഇത് 5000 ഉണ്ടല്ലോ.
അതെനിക്കറിയില്ല. ഞാൻ പോകുന്നു. നില്ലേ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ചായ കുടിക്കാറില്ല. ലോഷൻ മാത്രമേ കുടിക്കാറുള്ളൂ. ചേച്ചി വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. ഇതാണോ മോള്? നാലാമത്തെ മാസം. ആഘോഷം ചെയ്യാന്നൊക്കെ വെച്ചാ വലിയ അപകടാ. പറ്റില്ലെന്നാ ഡോക്ടർ പറയുന്നത്. അവർക്ക് കാശ് എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. മോളെ, ഗ്രീഷ്മ പറയുന്നതിലും കാര്യമുണ്ട്. കൊടുക്കണം. പിന്നെ ഒരു മരുന്നിനും വേണ്ടി വരും. ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ ഡോക്ടർ സരസമ്മയുടെ അടുത്ത് കൊണ്ടുപോവാം. ഓക്കെ? ശരി. Don't do worry, madam. Your body very weak. My wife very weak. I talked to the doctor. He says you take 2 days complete rest. Don't worry. I will catch the thief. Thank you. Don't worry. And this nightie, I only change the dress. And you look beautiful in this nightie. Thank you. എന്റെ കയ്യിൽ കുറച്ച് പൗണ്ട് മാറ്റാനുണ്ട്. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ. ശരി. എന്താ ശൈലമ്മേ? അവൻ വന്നിട്ടുണ്ട്, ആ പയ്യൻ. ആര്? ആ പൗണ്ട് കൊണ്ടുവന്ന ചെക്കനില്ലയോ? നീ മൊബൈലിൽ അവന്റെ ഒരു ഫോട്ടോ എടുത്ത് അവനോട് പിടിച്ചിരുത്ത്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്താം. ഓ ശരി, വേഗം വരണം. ഓക്കെ. ഐ ഗോട്ട് അർജന്റ് വർക്ക്. ഐ കം ബാക്ക്. അവനവിടെ? അവൻ രക്ഷപ്പെട്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. സ്ത്രീപീഡനം കൂടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് കാരണവുമുണ്ട്. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഫിഗർ അനുസരിച്ച് കേരളത്തിലെ സ്ത്രീപീഡനം കൂടി വരികയാണെന്ന് മാത്രമല്ല, അതിൻ്റെ വെറൈറ്റിയും ഡയമെൻഷനും കൂടി കൂടി വരികയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സ്ത്രീക്ക് ഗാർഹിക പീഡനം, ജോലിസ്ഥലത്തെ പീഡനം, പിന്നെ ബസ്സിലെ പീഡനം, ബലാത്സംഗം, കൂട്ടബലാത്സംഗം, ചൈൽഡ് റേപ്പ്, പിന്നെ പെൺ ഭ്രൂണഹത്യ, ഗേൾ ചിൽഡ്രൻ്റെ ട്രാഫിക്കിംഗ്, ഇങ്ങനെ പല തരത്തിലും പല ലെവലിലും സ്ത്രീ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇതിൻ്റെ റിമഡി എന്താണ് എന്നുള്ളതെല്ലാം ഇന്നിവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് കൂടിയിരിക്കുന്നത്. അവരെല്ലാം ഇതിനെപ്പറ്റി പറയും. ഇത് ഉപഭോഗ സംസ്കാരം കൊണ്ടാണോ, ഇത് മീഡിയയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണോ, അതോ മൂല്യശോഷണം കൊണ്ടാണോ, ഇങ്ങനെ പല തരത്തിലും ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതെല്ലാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇത് നമ്മുടെ വിവാഹമോതിരുവാ. ഇത് വിവാഹത്തിന്റെ അന്നല്ലേ വേണ്ടത്? നിനക്കെന്നെ വിശ്വാസമില്ലേ? നിന്നെ വിശ്വാസമില്ലെങ്കിൽ നിന്നോടൊപ്പം ഇത്രയും ദൂരം ഞാൻ വരുമായിരുന്നോ? ഞാൻ വിളിച്ച എവിടേക്കാലും നീ വരുമോ? വരും. ഞാൻ എന്തു പറഞ്ഞാലും നീ ചെയ്യുമോ? ചെയ്യും. വാ. എവിടെ? അത് ഞാൻ പറയില്ല. വാ.
എന്താ ആലോചിക്കുന്നേ? ഹലോ മൈക്കിൾ, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. നീ എവിടെയാ? ഞാനിത് തിരക്കില്ല. എന്റെ കൂടെ 2-3 ഗസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് വിളിക്കാം. ബൈ. ഏയ് മൈക്കിൾ, അവിടെ നിക്ക്. മൈക്കിൾ, അവിടെ നിക്ക്. സർ, മൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? അയാൾ 6 മാസത്തെ കമ്പനി ടൂറുമായിട്ട് കോവളത്ത് പോയി. മൈക്കിൾ, നീ ഇന്നിവിടെ? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്റെ കൂടെ എന്റെ കസിൻ ഉണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോ. നീ ഫോൺ എടുക്കാറില്ലല്ലോ. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നീ റൂമിലോട്ട് വാ. റൂമിലോ? നിനക്കെന്താ പേടിയുണ്ടോ? ഞാൻ വരാം. ഓക്കെ. അന ഇവിടെ ഇരുന്നേ. ഞാനിപ്പോ വരെ. കാരണം കൂടുതൽ സ്ത്രീകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്നതാണ്. ജോലിസ്ഥലത്ത് എൻ്റെ ബാല്യകാലത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോയിരുന്ന ഏതാനും അധ്യാപികമാരോ ഒക്കെയാണ് സാധാരണഗതി ജോലിക്ക് പോയിരുന്ന സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത്
ഒരുപാട് ആളുകൾ സെക്രട്ടേറിയറ്റിൽ ഒരു 40% സ്ത്രീകളാണ്. അങ്ങനെ ആ പ്രസൻസ് അറ്റ് ദ വർക്ക് സ്പോട്ട്, ജോലി സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു. പിന്നെ പൊതുവായി കേരള സമൂഹത്തിൽ ഒരുപാട് നഗരവൽക്കരണം. ഈ പണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം. ആ എന്താടാ വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കാത്ത? കൊച്ചുമാക്ക് പെട്ടെന്ന് കൂടുതലായി, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. എന്തു പറ്റി? പെട്ടെന്നൊരു ശ്വാസം മുട്ടലുണ്ടായി. ആ ഞാനിപ്പോ തന്നെ വരാം. ആവശ്യത്തിന് അജയിന്റെ കയ്യിൽ ഒരുപാട് കാശും. അവൻ എവിടെ നിന്ന് കിട്ടി ഇത്രയും കാശ്? എവിടെന്നെങ്കിലും കട്ടതായിരിക്കും. അങ്ങനെയാവാനാണ് സാധ്യത. നമുക്ക് അവന് പിടിച്ച് അടി കൊടുത്ത് കാശ് വാങ്ങിച്ചെടുത്താലോ? നമുക്ക് ഒന്നിച്ചു പോയി അവനെ വീഴ്ത്തി കാശ് അടിച്ചു മാറ്റിയാലോ? അവൻ ആ ഫിഷിംഗ് ബോട്ടിൽ കിടന്ന് ഉറങ്ങുണ്ടാവണം. വാ നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ പോവാം. നിന്റെ ഒരു ബ്ലേഡ് ഉണ്ടോ? ആ ഉണ്ട്. നീ ആ തടിക്കഷ്ണം ഇട്ട് പിടിച്ചോ. ദൈവമേ, നീ എന്നോട് കരുണ ചെയ്യണേ. അവനെ കൊല്ലാനുള്ള ശക്തി എനിക്കില്ല, എനിക്കാവില്ലത് ചെയ്യാൻ. ഈ കൈകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കരുത്തില്ല. പക്ഷെ ഞാനവനെ വെറുതെ വിടില്ല. അവന് ഞാൻ ക്രൂരമായ ശിക്ഷ കൊടുക്കും. എന്നോടവൻ ചെയ്തത് എന്തെന്ന് അവൻ അനുഭവിച്ചറിയണം. ചേട്ടാ, തേച്ചു കഴിഞ്ഞോ? നിങ്ങളാരാ? ഞാൻ മൈക്കിളിന്റെ ഭാര്യയാ. ഇന്നാ നാട്ടിൽ നിന്ന് വന്നേ. ആരാണ് തുണികൾ കീറി വെച്ചേ? ഞാനല്ല. പിന്നെ ആരാ? കുറച്ചു മുമ്പ് സാറിന്റെ ഭാര്യ ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി. എന്റെ ഭാര്യയോ? അതെ. അന്ന് എന്നെ തേടി നടന്ന് എനിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അളിയാ, പോലീസിലൊരു പരാതി കൊടുക്ക്. പോലീസ് അന്വേഷിച്ച് സത്യങ്ങൾ പുറത്തു വന്നാലേ പിന്നെ ഞാൻ കമ്പി വരും.
പിന്നെന്ത് ചെയ്യും? ഒരു പെണ്ണിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിലേ ഞാൻ ആരാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നീ സൂക്ഷിക്കണം. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ വലിയ നഗരത്തില് നീ അവളെ എങ്ങനെ കണ്ടുപിടിക്കും? അവൾ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? അങ്ങനെ തന്നെ. ഒന്ന് നോക്കി നടക്ക്. എനിക്ക് തീരെ വയ്യ. സോറി. ചേച്ചിയുടെ വീട് എവിടെയാ? എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ? ചേച്ചി വാ. ഇപ്പൊ കുഴപ്പമില്ല. ഇനി ഞാൻ പോയിക്കോളാം. ശരി ചേച്ചി. താങ്ക്സ്. ഈ പണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം. എന്റെ കൂടെ ഇതൊന്നും അവസാനിക്കട്ടെ. ചേച്ചി ചേച്ചി നിക്കാൻ. ചേച്ചി എന്തായി കാണിക്കണേ? ചേച്ചി അങ്ങോട്ട് പോലെ. ചേച്ചി എന്തായി കാണിക്കണേ? എന്നെ വിട്. വരാൻ. എനിക്ക് മരിക്കണം. ഇങ്ങോട്ട് വരാൻ. എനിക്ക് ജീവിക്കണം. എന്നെ വിട്. വരാൻ. നടക്ക്. ചേച്ചി എന്തിനാ നിങ്ങൾ കടലിലേക്ക് പോയത്? എനിക്ക് മരിക്കണം പ്ലീസ്. എന്തിനാ ചേച്ചി നിങ്ങൾ മരിക്കുന്നത്? എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. കൊല്ലുന്നത് പാപമല്ലേ ചേച്ചി? അങ്ങനെ മഹാന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെന്തിനാ ചേച്ചിയും കുഞ്ഞും ഇങ്ങനെ മരിക്കാൻ പോകുന്നത്? ഇതൊരു പരമദുഷ്ടന്റെ കുഞ്ഞായതുകൊണ്ട്. അതിനാ കുഞ്ഞെന്ത് പഴിച്ചു? എനിക്കൊന്നും അറിയില്ല. ചേച്ചി മരിക്കാൻ പാടില്ല. എനിക്ക് ആരുമില്ല. എനിക്കും ആരുമില്ല. എനിക്ക് മരിക്കണം. ഞാൻ നിങ്ങളെ മരിക്കാൻ വിടില്ല. ചേച്ചി വാ പതുക്കെ. എവിടെയാ നിന്റെ വീട്? ഈ ബീച്ചിൽ തന്നെയാണ് എന്റെ വീട്. എന്താ ജോലി?
ഞാനിവിടെ സൺഗ്ലാസസ് വിൽക്കുന്നു. എനിക്ക് വിശക്കുന്നു. ചേച്ചി ഇവിടെ നിൽക്കും, ഞാൻ ഭക്ഷണം ഇപ്പൊ വരാം. ഹലോ, 2 സെറ്റ് ദോശ പാർസൽ. ആ. ചേച്ചി My wife, Estrella, died. 5 years we lived together. Now I am nothing. I am alone. I want to cry. No. No. No, you are a good lady. I will catch the thief. Tomorrow I will catch the thief. I will definitely catch the thief tomorrow. I will catch the thief. I am alone. എവിടെയാ ചേച്ചിയുടെ നാട്? ചേച്ചിക്ക് ജോലിയുണ്ടോ? എന്തായിരുന്നു ജോലി? എന്റെ നാട് തെന്മലയില്ല. ഇപ്പൊ ഞാനിവിടെ എന്റെ അമ്മാമ്മയുടെ കൂടെ താമസം. ഞാൻ നല്ല ഒന്നാന്തരായിട്ട് ഫോട്ടോ എടുക്കും. ഒരു ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങണമെന്നായിരുന്നു എന്റെ വലിയ ആഗ്രഹം. പക്ഷെ ചേച്ചിയുടെ കയ്യിൽ കാശില്ലല്ലേ? കാശില്ലെന്ന് മാത്രമല്ല, ഒരുത്തൻ ചതിക്കുകയും ചെയ്തു. അയാളിപ്പോ എവിടെയുണ്ട്? കോവളത്തുണ്ട്. ഇതാണ് അവൻ. കണ്ടാലേ അറിയാം ചേച്ചിക്ക് നല്ല ധൈര്യമാ. പിന്നെന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത്? അത് ജീവിതത്തോടുള്ള വെറുപ്പുണ്ട്. എന്റെ കൈവശം ഒരു ക്യാമറ ഉണ്ട്. ഒരു സായിപ്പ് എനിക്ക് തന്നതാ. ഏത് ക്യാമറയാ? എനിക്കറിയത്തില്ല. ഞാനത് പോയി എടുത്തോണ്ട് വരട്ടെ? കൊണ്ടുവാ, ഞാനൊന്ന് കാണട്ടെ. ശരി, ഇപ്പൊ വരാം. ഈ ക്യാമറയോ? ഇത് നിനക്ക് ഗിഫ്റ്റ് കിട്ടിയതാണോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെ? ഞാനൊരു സായിപ്പിനെ കടലിലേക്ക് കൊണ്ടുപോയി. നല്ല മനുഷ്യനാ. കൊള്ളാം. അവിടെ അമ്മാമ്മ എന്നെ കാത്തു നിൽപ്പുണ്ടാവും. നമുക്ക് പോവാം. ശരി. Hey, what's your name? സാർ,
നല്ല ഉഗ്ര സാധനമാണ് സാർ. എന്ത്? നല്ല ഒന്നാന്തര സൺഗ്ലാസുകളാണ് സാർ. ഒന്നെടുക്കൂ സാർ, വെറും 750 രൂപയുള്ളൂ. അത് ശരി, ഞാൻ വിചാരിച്ചു. സാറ് വിചാരിച്ചത് എനിക്ക് മനസ്സിലായി. എന്താ നോട്ടം ഉണ്ടോ? ഓടേ ഓടേ, നോക്കാനും പിടിക്കാനൊക്കെ എനിക്കറിയാം. നീ പോ. ഞാൻ പോയേക്കാം, പക്ഷെ ഞാൻ വിചാരിച്ചാൽ ഈ ബീച്ചിൽ ചിലതൊക്കെ നടക്കും. നീ വന്നേ. നിനക്കവളറിയോ? ആ മദാമ എന്റെ കസ്റ്റമറാ. എന്തിന്റെ കസ്റ്റമർ? മറ്റവൻ പൊടി പൊടി സാധനം കിട്ടാത്തന്റെ വെപ്രാളാ അവക്ക്. എന്താ ഇപ്പൊ സാധനം വരുന്നില്ലേ? ഭയങ്കര റെയ്ഡാ. അവൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ സാധനമൊക്കെ ഞാൻ ഒപ്പിച്ചുതരാം. പക്ഷെ ചില കണ്ടീഷനൊക്കെ ഉണ്ട്. എന്ത് കണ്ടീഷൻ? എന്റെ സാറേ, ഞാനിനി മാമാപ്പണിയും ചെയ്യണോ? എന്നാ പിന്നെ നീ വിട്ടോ, ഞാൻ നേരിട്ടേക്കോളാം. നേരിട്ടങ്ങ് ചെന്നാ മതി. അവളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഏതോ ഒരുത്തൻ അടിച്ചു മാറ്റി. തിരിച്ചു പോകാനുള്ള തത്രപ്പാടില്ല അവൾ. നയത്തിലാണെങ്കിൽ കാര്യം നടക്കും. പിന്നെ സാറിന്റെ ഇഷ്ടം. ശരി, നീ പോയി സംസാരിക്കും. റൂമിലൊന്നും അവൾ വരില്ല. വേണമെങ്കിൽ ലൈറ്റ് ഹൗസിനടുത്തുള്ള പാറക്കെട്ടിന് മുകളിൽ വെച്ച് കാണാമെന്ന് നാളെ ഈവനിങ്. ഞാൻ വരാം. ഓക്കെ. Hello. Hello. I have your handbag. Passport, ticket. And I need 1 lakh for your handbag. Come to the Lighthouse Road with the money. Here is your money. Give money. It is here. Give me my bag. Give the money. Give me my bag. Give me money. I will give the bag. I bring you money. Give me my Give bag. the money. Money is here. I will give the bag. Give me the bag. First you. Catch him. Catch him. Держи его. Держи его. Попался. Ты мою сумку. Покажу, как отбирать сумки. How is my catching? You are great. You check your bag. Everything there? They take all my money, but no problem. Oh. I manage. Okay. Your passport? Yes, passport, ticket. It's very important. Thank you very much. Okay, thank you. Come on. സാറാ, പോലീസിന്റെ കണ്ണിൽപ്പെടാതെ എത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു. അതാ 10 മിനിറ്റ് വൈകി. എവിടെയാ നമ്മുടെ കക്ഷി? എവിടെ? എന്റെ കൂടെ ഉണ്ട്. You're so beautiful. Yes. This way, airport very easy. Yes. Yes. Okay. You phone me. This is airport. Okay. Terminal 1. Madam, you go this way. This way? Thank you very much for your help. Okay. Thank you for everything, for your help. Good luck. Okay. We will see. Bye. Okay, see you. Namaste. See you. Okay, bye.
ബൈ. ബസ് വന്നു. എന്നാ പിന്നെ ശരി ചേച്ചി. ബൈ. ആ. ടാറ്റാ. ബൈ. താങ്ക് യു. ബൈ. സീ. ഓക്കെ. നീ അറിഞ്ഞോടാ, ഇന്നലെ രാത്രിയും ആ വടക്കേ ഭാഗത്ത് ഒരു ശവാടിഞ്ഞു. ഞാൻ അറിഞ്ഞില്ലല്ലോ ബോസ്. നീ ഒന്നും അറിയണ്ട. നീ എന്തിനറിയണം? വാ. എടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഈ കടൽ. അത് വളരെ അഗാധമാടാ. ഏതായി പുതിയ ഗ്ലാസ്? അതിന് കാണല്ലോ. എന്റെ ഗേൾഫ്രണ്ട് എനിക്ക് തന്നതാ. ഏത് ഗേൾഫ്രണ്ട്? നമ്മുടെ റഷ്യക്കാരി പെൺകിട്ടില്ലേ ലൂസിയ, അവളയച്ചു തന്നതാ. അപ്പൊ ഉടനെ തന്നെ നിനക്ക് റഷ്യ പോവല്ലോ. ആ, അടുത്ത വർഷം അവളെന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഈ യൂണിഫോം വലിച്ചെറിഞ്ഞിട്ട് റഷ്യക്ക് പറക്കും മോനെ.